തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകം ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. പുൽക്കൂടുകൾ ഒരുക്കിയും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയുമാണ് ക്രിസ്മസിനെ വരവേൽക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ പള്ളിയിലാണ്, പാളയത്തുള്ളത്. ഈ പള്ളിയിലുള്ള വികാരി അച്ഛൻ മോൺസിനോ വിൽഫ്രഡ് എമിലിയസ് ആണ് ക്രിസ്മസ് സന്ദേശം നൽകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും ആ വാക്കുകളിലേക്ക് പോകാം. ക്രിസ്മസിൻ്റെ വരവോടെ നമ്മുടെ ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും കാഴ്ചകളിൽ ധാരാളം മാറ്റങ്ങൾ കാണാം. എല്ലായിടത്തും ക്രിസ്മസ് സിംബൾസിൻ്റെ നക്ഷത്രങ്ങളുടെയും പാപ്പന്മാരുടെയും അതുപോലെ തന്നെ മറ്റ് നിരവധി ക്രിസ്മസ് പ്രതിരൂപങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നഗരവും ഗ്രാമങ്ങളും. ഈ മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ വെറും കാഴ്ചകളായി മാറേണ്ടതല്ല, ഉൾക്കാഴ്ചകളായും ഹൃദയത്തിൻ്റെ രൂപാന്തരീകരണമായിട്ട് മാറുമ്പോഴാണ് ക്രിസ്മസ് അർത്ഥവത്തായിട്ട് മാറുന്നത്. ക്രിസ്മസ് ഒരു സന്ദേശമാണ്, ദൈവം മനുഷ്യൻ നൽകിയ സന്ദേശം. മാലാഖമാർ യേശുവിൻ്റെ പിറവി ദിനത്തിൽ പാടിയതുപോലെ സകല മനുഷ്യർക്കുമുള്ള സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ ആ സന്ദേശം വീണ്ടും ഉൾക്കൊള്ളേണ്ട ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നു പോകുന്നത്. മനുഷ്യർ പരസ്പരം വൈരൂപ്യങ്ങളുടെയും രൂപങ്ങൾ തീർക്കുന്ന ഈ കാലഘട്ടം ഒന്നുകൂടി സുമനസ്സുകളുടെ കാലഘട്ടമായിട്ട് മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു വിളിയാണ് നമ്മൾ ക്രിസ്മസിലൂടെ വീണ്ടും ശ്രവിക്കുന്നത്. അതിന് ഈ സന്ദേശം നമ്മൾ സദ്വാർത്തയുടെ സന്ദേശമായിട്ട് പരസ്പരം പങ്കുവയ്ക്കണം. മനുഷ്യർ സദ്വാർത്ത പറയുന്നവരായിട്ട് മാറണം. അങ്ങോട്ടും ഇങ്ങോട്ടും ദുഷ്വാർത്തകൾ പ്രചരിപ്പിച്ചും മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിച്ചുമുള്ള ആ വ്യവഹാരങ്ങളിൽ നിന്ന് മാറി പരസ്പരം സൽബന്ധത്തിൻ്റെ സദ്വാർത്തകൾ പറയുവാൻ, സ്നേഹത്തിൻ്റെ, അയൽബന്ധത്തിൻ്റെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ, സ്നേഹ കൂട്ടായ്മകളുടെയൊക്കെ സദ്ബന്ധങ്ങൾ പറയുന്നതിന് വേണ്ടിയുള്ള ആ കെൽപ്പിലേക്ക് വീണ്ടും ഉണരുന്നതിന് വേണ്ടിയുള്ള വിളിയാണ് ക്രിസ്മസ്. അതുപോലെ തന്നെ ക്രിസ്മസ് ഒരു സാന്നിധ്യം കൂടിയാണ്. ദൈവം മനുഷ്യരുടെ ഇടയിൽ സാന്നിധ്യമായിട്ട് മാറുന്നു. എമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ എന്നുള്ള സാന്നിധ്യമായിട്ട് മാറുന്ന വലിയൊരു തിരുനാൾ കൂടിയാണത്. അപ്പോൾ നമുക്കും ഇതുപോലെ തന്നെ ഈ ഉണർവിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് സാന്നിധ്യമായിട്ട് മാറുവാൻ സാധിക്കണം. പ്രത്യേകിച്ചും നമ്മുടെ ഇടയിലെ പാവപ്പെട്ടവർക്ക്, രോഗികൾക്ക്, ആരുമില്ലെന്ന് കരുതുന്ന അഗതികൾക്ക്, തിരസ്കരിക്കപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലോട്ട് തള്ളി മാറ്റപ്പെട്ടവർക്കൊക്കെ നമ്മുടെ സാന്നിധ്യം ഒന്നുകൂടെ കൊടുക്കത്തക്ക രീതിയിലുള്ള ആ കൃപയുടെ തിരുനാളാണത്. യേശുനാഥൻ ജീവിച്ചിരുന്നപ്പോൾ അതുതന്നെയാണ് ചെയ്തത്. അവനെ അനുകരിക്കുന്ന തിരുനാളാണ് ക്രിസ്മസായിട്ട് മാറേണ്ടത്. അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ പൂർത്തീകരണം വരുന്നത് കാൽവരിയിലാണ്, ഏറ്റവും വലിയ ത്യാഗത്തിലാണ്. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞ ആ വലിയ സ്നേഹത്തിൻ്റെ അർപ്പണത്തിലാണ് ക്രിസ്മസ് പൂർത്തിയാകുന്നത്. ക്രിസ്മസിന് ഒരുങ്ങുന്നവർ പരസ്പരം മറ്റുള്ളവർക്ക് വേണ്ടി അല്പമെങ്കിലും ത്യാഗം ചെയ്യുന്നില്ലെങ്കിൽ ക്രിസ്മസ് അന്വർത്ഥമാകുകയില്ല. ബന്ധുക്കൾക്കും വീട്ടുകാർക്കും അയൽക്കാർക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കും വേണ്ടിയും ത്യാഗങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിളി കൂടിയാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസിൻ്റെ സ്പിരിറ്റ് യഥാർത്ഥ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ക്രിസ്മസ് ആകട്ടെ 2025 എന്ന് എല്ലാവർക്കും വേണ്ടി ആശംസിച്ചുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇനി ക്രിസ്മസിന്. അതുകൊണ്ട് തന്നെ ഈ ആളുകളൊക്കെ തന്നെ പള്ളിയിലേക്ക് എത്തിത്തുടങ്ങുന്നുണ്ട്. വൈകുന്നേരത്ത് കൂടി നല്ല തിരക്കായിരിക്കും അനുഭവപ്പെടുക. എന്തായാലും ഈ വർഷത്തെ 2025 എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുകയാണ്. ഹാപ്പി ക്രിസ്മസ്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.